വെള്ളാങ്കല്ലൂരിൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. റോഡരികിൽ കഴിയുന്ന മാനസിക വിഭ്രാന്തിയുള്ള ബാബുവാണ് കൊലപ്പെടുത്തിയത്. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്ക്. ദേശീയപാത ചാലക്കുടിയിലെ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സർവീസ് റോഡുകളുടെ നിർമ്മാണവും എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകൾ മറിച്ചു. കുഴിയും ചെളിയും നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗതാഗതക്കുരുക്കിനിടയാക്കി. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ സെന്ററിൽ പട്ടാപ്പകൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി 65 വയസ്സുള്ള രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ച ഉച്ചയോടെ സെന്റ് ജോസഫ് പള്ളിക്ക് എതിർവശത്തുള്ള കടകൾക്ക് സമീപമായിരുന്നു സംഭവം. റോഡരികിൽ കഴിയുന്ന മാനസിക വിഭ്രാന്തിയുള്ള ബാബു എന്നയാളാണ് രാജൻ പിള്ളയെ കല്ലുകൊണ്ട് തലക്കടിച്ചു കൊലപ്പെടുത്തിയത്. ഇയാളെ ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ചെത്തിയ രാജൻ പിള്ളയും ബാബുവും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. കല്ലുകൊണ്ടുള്ള അടിയേറ്റു വീണ രാജൻ പിള്ളയെ നാട്ടുകാർ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്കേർപ്പെടുത്തി. വ്യാഴാഴ്ച തൃശൂർ പുഴയ്ക്കലിൽ സംഘടിപ്പിക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലാണ് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 25 സീറ്റുകൾ മാത്രമാണ് മാധ്യമപ്രവർത്തകർക്കായി ഒരുക്കിയിട്ടുള്ളത്. രാജ്ഭവനിലെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് സർവകലാശാല അധികൃതർ ആദ്യം പറഞ്ഞെങ്കിലും ഈ ഓർഡർ ലഭിച്ചിട്ടുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനു മുന്നിൽ ഇവർ കുഴങ്ങി. ഇതോടെ സർവകലാശാലയാണ് പരിപാടിയുടെ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഇവർ തിരുത്തി പറഞ്ഞു. എനിക്ക് ഗവർണർ ഒരു കമ്മ്യൂണിക്കേഷനും നിങ്ങൾ ഈ പറയുന്ന പോലെ കിട്ടിയിട്ടില്ല. പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇതാണ് തീരുമാനം. ആരുടെ തീരുമാനം? യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം. ജില്ലാ ഇൻഫർമേഷൻ വകുപ്പ് ഫോട്ടോയും വീഡിയോയും നൽകുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ ചോദ്യത്തിനു മുന്നിൽ നിന്ന് പിന്മാറുകയും രജിസ്ട്രാർ അടക്കമുള്ളവർ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു. കാർഷിക സർവകലാശാലയിൽ വലിയ സെൻട്രൽ ഹാൾ ഉണ്ടായിട്ടും പുഴയ്ക്കലിലെ ആഡംബര ഹോട്ടലിൽ പരിപാടി സംഘടിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിനും കൃത്യമായ മറുപടി അധികൃതർ നൽകിയില്ല. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. ചാലക്കുടി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ വിളിച്ചുകൂട്ടിയ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശം നൽകിയത്. നിർമ്മാണത്തിന് മഴയാണ് തടസ്സമെങ്കിൽ ബദൽ സംവിധാനം ഒരുക്കണം. ദേശീയപാതയിലെ വാഹനങ്ങൾ തിരിച്ചുവിട്ടതിനെ തുടർന്ന് തകർന്ന പഞ്ചായത്തുകളിലെ വിവിധ റോഡുകളും NHAIയുടെ ചെലവിൽ പുനരുദ്ധരിക്കണം. ഇതിന് തടസ്സമാകുന്ന നിബന്ധനകളെ നിയമപരമായി മറികടക്കാൻ സഹായങ്ങൾ നൽകുമെന്നും കളക്ടർ പറഞ്ഞു. ദേശീയപാതയിലെ കുഴികൾ അടയ്ക്കുന്നതിനും തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നിർദ്ദേശം നൽകി. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കാൻ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ ബാരിക്കേഡുകൾ ഒരുക്കണമെന്നും ആവശ്യപ്പെട്ടു. നിർമ്മാണ പ്രവൃത്തികളെക്കുറിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ചാലക്കുടി ഡിവൈഎസ്പിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ടായി. MP ബെന്നി ബഹനാൻ, സനീഷ് കുമാർ ജോസഫ് MLA, തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാർ, DYSP PC ബിജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, അമ്പിളി സോമൻ, പ്രിൻസ് ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കിയില്ലെങ്കിൽ ജൂലൈ 1 മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ യോഗത്തിൽ വ്യക്തമാക്കി.
യോഗത്തിന് ശേഷം അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂർ, പൊങ്ങം എന്നിവിടങ്ങളിലും കൊരട്ടി ജംഗ്ഷനിലും കളക്ടർ സന്ദർശനം നടത്തി. TCV ന്യൂസ്, ചാലക്കുടി. ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാനയുടെ ആക്രമണം. മച്ചാട് റേഞ്ചിൽ ഉൾപ്പെട്ട അടഞ്ഞുകിടക്കുന്ന അകമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. ഫോറസ്റ്റ് സ്റ്റേഷന്റെ മതിൽ തകർത്ത് അകത്തു കടന്ന കാട്ടാന കോമ്പൗണ്ടിലുണ്ടായിരുന്ന 4 പനകൾ മറിച്ചിട്ടു. ഗേറ്റ് തള്ളി തുറന്ന് കടക്കാനുള്ള ശ്രമം നടത്തിയതിനെ തുടർന്ന് മതിൽ തകർന്നു. ഫോറസ്റ്റ് സ്റ്റേഷനോട് ചേർന്നുള്ള ഷെഡിൽ വിശ്രമിച്ച ശേഷമാണ് കാട്ടാന മടങ്ങിയത്. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്റ്റേഷനാണ് അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ. വാഴാനി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കാട്ടാന വരുത്തിയ നാശനഷ്ടങ്ങൾ വിലയിരുത്തി. 7 മീറ്ററോളം ഭാഗം വരുന്ന മതിലാണ് കാട്ടാന തകർത്തത്. അതേസമയം മേഖലയിൽ കാട്ടാന നിരന്തരം ഇറങ്ങുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പാഞ്ഞാളിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. പാഞ്ഞാൾ ആലിൻ ചുവട് റേഷൻ കടയ്ക്ക് സമീപത്താണ് പുലിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ മണ്ണിൽ പതിഞ്ഞ നിലയിൽ കണ്ടത്. നാട്ടുകാരാണ് സമീപ പ്രദേശത്തു നിന്ന് മണ്ണെടുത്ത സ്ഥലത്ത് പുലിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപാദങ്ങൾ പതിഞ്ഞ നിലയിൽ കാണുകയും സമീപത്തുള്ള മതിലിൽ കാൽ കൊണ്ട് മാന്തിയ നിലയിൽ അടയാളങ്ങളും കണ്ടത്. നാട്ടുകാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. കൃഷ്ണൻകുട്ടിയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്ത് പരിശോധന നടത്തി. കാൽപ്പാടുകൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കുഴിയും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ സ്ഥാപിച്ചിരുന്ന സോളാർ വഴിവിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രി ഇരുട്ടിലാണ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴമറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയരവ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാകുന്നുണ്ട്. ജില്ലയിലെ തന്നെ വളരെ മോശം സ്ഥിതിയിലുള്ള റോഡാണ് ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡെന്ന് യാത്രക്കാർ പറഞ്ഞു. ഞാൻ തൃശ്ശൂര് ഒരുവിധമൊക്കെ സഞ്ചരിക്കുന്ന ആളാണ്. റോഡിന് ഒരു അവാർഡ് കൊടുക്കണം നഗരസഭ. ഇത്ര നല്ലൊരു റോഡ് നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാണാനില്ല. എനിക്കതാ പറയാനുള്ളൂ. ഇതിൻ്റെ അധികാരികൾ ഭംഗിയായിട്ട് നടക്കട്ടെ. അല്ലാണ്ട് ഇപ്പം നമ്മളൊന്നും പറയാം, ഇവരെ കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. മോശം സ്ഥിതിയായിട്ട് പോലും നഗരസഭാ അധികൃതർ കണ്ണടയ്ക്കുന്നത് പരിതാപകരമാണെന്നും യാത്രക്കാർ പറഞ്ഞു. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ടാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറത്തിശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകടക്കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV ഇരിങ്ങാലക്കുട. അതിരപ്പള്ളി വാഴച്ചാൽ ഉന്നതിയിൽ പനി ബാധിച്ച് മരിച്ചയാൾക്ക് പേ വിഷബാധ സ്ഥിരീകരിച്ചു. 2 ദിവസം മുൻപ് മരിച്ച കാഡർ വിഭാഗത്തിലെ രാമനാണ് പേ വിഷബാധ സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജയൻ ചേരുന്നു. ജയൻ, വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ഞായറാഴ്ചയായിരുന്നു വാഴച്ചാൽ കാടർ ഉന്നതിയിലെ രാമൻ എന്നയാൾ മരിച്ചത്. ഇയാളെ പനി ബാധിച്ചായിരുന്നു സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചത്. ഒരാഴ്ചയായി രാമൻ കസലായ പനിയിൽ വീട്ടിൽ ചികിത്സ തുടരുകയായിരുന്നു. ഞായറാഴ്ച കൂടുതൽ ആവശ്യമാവുകയും മറ്റുള്ളവർ ചേർന്ന് ഇയാളെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഉടനെ തന്നെ മരണവും സംഭവിച്ചു. ഈ സമയത്ത് ഇയാളുടെ വായിൽ നിന്ന് നുരയും അതയുമെല്ലാം വരുന്നുണ്ടായിരുന്നു. ഇത് ഡോക്ടർമാർക്ക് സംശയം ജനിപ്പിച്ചു. ഉടനെ തന്നെ അവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം മൃതദേഹം അയക്കുകയും ചെയ്തു. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ചെത്തിച്ച് വാഴച്ചാൽ ഉന്നതിയിൽ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ സംശയത്താൽ ഇവർ ഇതിന്റെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ഗവൺമെന്റ് ലാബിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇവിടെ നിന്നുള്ള റിസൾട്ട് ഇന്നാണ് എത്തിയത്. അപ്പോൾ ഇതിൽ പേവിഷബാധ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഈ മറ്റേ വാഴച്ചാലിലെ ആദിവാസി ഉന്നതിയിലെ നിവാസികളടക്കം ഇപ്പോൾ ഭയവിഹ്വലരായിരിക്കുകയാണ്. കാരണം ഇവിടെ നിരവധി നായകൾ കോളനിയിലുണ്ട്. കാരണം സാധാരണ രീതിയിൽ പുലി കോളനി ഇതുപോലെ ഉന്നതിയിൽ
പുലിയുടെ പേടിയുള്ളതിനാൽ എല്ലാവരും തന്നെ ഒന്നോ രണ്ടോ നായകളെ വീട്ടിൽ വളർത്തുക പതിവാണ്. അതിന്റെ ഭാഗമായി ഒന്നുകിൽ നിരവധി നായകളെ കണ്ടുവരുന്നു. ഇതിൽ ഒന്നിൽ നിന്നായിരിക്കാം വിഷബാധ ഉണ്ടായെന്നാണ് സംശയിക്കുന്നത്. എങ്ങനെയെങ്കിൽ മറ്റ് നായകൾക്കും വിഷബാധ പകർന്നിട്ടുണ്ടാകുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പിനെ കുഴയ്ക്കുന്നത്. എന്തെങ്കിലും ചാലക്കുടിയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്ത് അധികൃതരുമെല്ലാം വാഴച്ചാലിൽ പ്രത്യേക നിരീക്ഷണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സ്മിത. അതിരപ്പള്ളി വാഴച്ചാൽ ഉന്നതിയിൽ പനി ബാധിച്ച് മരിച്ചയാൾക്ക് വിഷബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത് ജയൻ. മറ്റു വാർത്തകളിലേക്ക്. കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റ് ഇടുന്നതിന്റെ ഭാഗമായി ഓട്ടുപാറയിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. കോൺക്രീറ്റ് ഇട്ട സ്ഥലത്ത് തടസ്സങ്ങൾ വെച്ച് ഒരു ഭാഗം ഡിവൈഡർ വെച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്നത് സംബന്ധിച്ച് പൊതുമരാമത്ത് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പാലിക്കപ്പെടുന്നില്ല. 3 ദിവസം കൂടി അറ്റകുറ്റപ്പണികൾ തുടരുന്നതിനാൽ ഈ ദിവസങ്ങളിൽ ഗതാഗതക്കുരുക്കിന് സാധ്യതയുണ്ട്. ശോചനീയാവസ്ഥയിലായ പൂങ്കുന്നം പുഴയ്ക്കൽ റോഡ് ഉടൻ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJP തൃശൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂങ്കുന്നത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ധർണ BJP മുൻ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. 24 മണിക്കൂറും ഭരണഘടനയെക്കുറിച്ച് പറയുന്നവർക്ക് ഭരണഘടന പൗരന് ഉറപ്പു നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ഉണ്ടാകണമെന്ന് അനീഷ് കുമാർ പറഞ്ഞു. പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിന്റെ കാര്യം ഈ പ്രദേശത്തെ കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണിത്. ഇതൊരു ദേശീയപാത ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്നും അനീഷ് കുമാർ പറഞ്ഞു. ഭരണഘടനയിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ രാജ്യത്തെ ജനങ്ങളുടെ വഴി നടക്കാനുള്ള അവകാശം. ആ അവകാശമാണ് സർക്കാർ നിഷേധിക്കുന്നത്. 1-2 മാസമല്ല, എത്ര വർഷങ്ങളായി ഈ റോഡ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ കുറച്ച് ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് വടക്കൻ കേരളത്തെയും തെക്കൻ കേരളത്തെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ്. മനുഷ്യന്മാർക്ക് സഞ്ചരിക്കാൻ നല്ലൊരു റോഡ് പോലും ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ദേശീയപാത നിർമ്മാണത്തിനായി 550 കിലോമീറ്റർ റോഡ് ഏറ്റെടുത്തത് തങ്ങളാണെന്ന ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മുഹമ്മദ് റിയാസിന് പൂങ്കുന്നം പുഴയ്ക്കൽ റോഡിലെ കുപ്പിക്കഴുത്ത് പരിഹരിക്കാൻ 200 മീറ്റർ റോഡിന് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചെന്ന് ക്രെഡിറ്റ് സ്വന്തമാക്കാനായി റീൽസ് എടുത്ത് നടക്കുന്ന മുഹമ്മദ് റിയാസിനെ മുഹമ്മദ് റീൽസ് എന്നാണ് വിളിക്കേണ്ടതെന്നും അനീഷ് കുമാർ പരിഹസിച്ചു. കോർപ്പറേഷൻ കൗൺസിലർ ഡോക്ടർ V ആതിര അധ്യക്ഷത വഹിച്ചു. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. TCV തൃശൂർ. ഇടവേള. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. ചികിത്സയിൽ തുടരുന്ന VS അച്യുതാനന്ദന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദനെ ഇന്നലെയാണ് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നിലവിൽ കാർഡിയാക് ICUവിലാണ് ചികിത്സ തുടരുന്നത്. 101 വയസ്സുള്ള അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചു. സൗദിയിലെ ദമാമിൽ നടന്ന വാഹനാപകടത്തിൽ തൃശൂർ സ്വദേശിനിയായ വിദ്യാർത്ഥി മരിച്ചു. ഇന്ന് പുലർച്ചെയോടെയുണ്ടായ അപകടത്തിൽ നാട്ടിക സ്വദേശി കല്ലിപ്പറമ്പിൽ സിദ്ദിഖ് ഹസനയനും
കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. സിദ്ദിഖിന്റെ ഇരട്ട കുട്ടികളിൽ 18 വയസ്സുള്ള ഫർഹാന ഷെറീനാണ് സംഭവസ്ഥലത്ത് വെച്ച് മരിച്ചത്. സിദ്ദിഖും ഭാര്യയും മറ്റ് 2 കുട്ടികളും പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സന്ദർശക വിസയിലെത്തിയ കുടുംബത്തിന്റെ വിസ പുതുക്കുന്നതിനായി ബഹ്റൈനിൽ പോയി തിരിച്ചു റിയാദിലേക്ക് വരുന്നതിനിടെയാണ് അപകടം. അപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ മൃതദേഹം വരും ദിവസം നാട്ടിലെത്തിക്കും. വെള്ളറക്കാട് കാട്ടുപന്നിയിടിച്ച് സ്കൂട്ടർ മറിഞ്ഞ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചെറുമനങ്ങാട് കുന്നത്തുപീടികയിൽ അബൂബക്കറിന്റെ മകൻ 20 വയസ്സുള്ള ഇർഷാദാണ് മരിച്ചത്. വെള്ളറക്കാട് മാത്തൂർ പാടത്തിന് സമീപം റോഡിന് കുറുകെ ഓടി വന്ന കാട്ടുപന്നി സ്കൂട്ടറിലിടിക്കുകയായിരുന്നു. കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായ ഇർഷാദ് മാതാവിനെ ഗൾഫിലേക്ക് യാത്രയാക്കുന്നതിന് നാട്ടിലെത്തിയതായിരുന്നു. വൺ വേ തെറ്റിച്ചു വന്ന സ്വകാര്യ ബസ്സിനെ പുറകിലേക്കെടുപ്പിച്ച വനിതാ പോലീസിന്റെ വീഡിയോ വൈറൽ. തൃശൂർ കുന്നംകുളം റൂട്ടിൽ മുതുവറയിലാണ് സംഭവം. തൃശൂർ ഗുരുവായൂർ റൂട്ടിലോടുന്ന ബാബുരാജ് ബസ്സാണ് വൺ വേ തെറ്റിച്ച് ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കിയത്. ഇതോടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഇടപെടുകയായിരുന്നു. ദേശീയപാത മുടിക്കോട് ആഡംബര വാഹനത്തിൽ കടത്തുകയായിരുന്ന 57 ഗ്രാം MDMA-യുമായി 3 യുവാക്കളെ തൃശൂർ സിറ്റി ലഹരി വിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു. വെളപ്പായ സ്വദേശി അഭിജിത്ത്, മുതലമട സ്വദേശി ദിലീപ്, ഒറ്റപ്പാലം സ്വദേശി പ്രജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ രാത്രി നടത്തിയ വാഹന പരിശോധനയിലാണ് 3-അംഗ സംഘം പിടിയിലായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അംഗത്വം നൽകാതെ ജീവനക്കാരെ രാഷ്ട്രീയമായി മാറ്റി നിർത്തുന്ന തൃശൂരിലെ കേരള ബാങ്ക് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണസമിതിക്കെതിരെ ജീവനക്കാർ പ്രതിഷേധ ധർണ നടത്തി. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറുപ്പം റോഡിലുള്ള എംപ്ലോയീസ് സൊസൈറ്റിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CITU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് CA റംല അധ്യക്ഷത വഹിച്ചു. ബെഫി അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി PH വിനീത, ഫെഡറേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി TT അനിൽകുമാർ, ജില്ലാ സെക്രട്ടറി PP ഷിനോജ്, ട്രഷറർ PV ബിജി തുടങ്ങിയവർ സംസാരിച്ചു. 2017 മുതൽ തൃശൂർ ജില്ലാ സഹകരണ ബാങ്കിലും കേരള ബാങ്കിലുമായി ജോലിയിൽ പ്രവേശിച്ച ജീവനക്കാർക്ക് അംഗത്വം നൽകാതെ ജീവനക്കാരുടെ അപേക്ഷകൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഭരണസമിതി 6 വർഷത്തോളമായി തടഞ്ഞുവച്ചിരിക്കുകയാണെന്നാണ് സമരക്കാർ ആരോപിച്ചത്. രാഷ്ട്രീയ കാരണം പറഞ്ഞ് 60-ൽ പരം ജീവനക്കാരുടെ അപേക്ഷകളാണ് വർഷങ്ങളായി സംഘം നിഷേധിച്ചു വരുന്നത്. ജീവനക്കാരുടെ അവകാശം നിഷേധിക്കുന്ന സൊസൈറ്റി ഭരണസമിതിക്കെതിരെ നിയമാനുസൃത നടപടി ആവശ്യപ്പെട്ട് സമരം കൂടുതൽ ശക്തമാക്കാനാണ് സംഘടനയുടെ തീരുമാനം. സഞ്ചാരികളെ ആകർഷിച്ച് അതിരപ്പള്ളി നിറഞ്ഞൊഴുകുന്നു. വൻ ജനത്തിരക്കാണ് അതിരപ്പള്ളിയിൽ അനുഭവപ്പെടുന്നത്. മഴയ്ക്ക് ശമനമായെങ്കിലും അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇപ്പോഴും നിറഞ്ഞു തന്നെ. ജൂൺ പകുതിയോടെ ആർത്തിരമ്പിയ വെള്ളച്ചാട്ടത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായെങ്കിലും മനോഹാരിതയ്ക്ക് തെല്ലും കുറവില്ല. കഴിഞ്ഞ അവധി ദിവസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ കനത്ത തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. 3 മാത്രമാണ് ഇപ്പോൾ പാറക്കെട്ടുകൾ കാണുന്നത്. ബാക്കിയെല്ലാം വെള്ളിമേഘം പോലെ താഴേക്ക് പതിക്കുന്ന കാഴ്ചയാണ്. പൊരിങ്ങൽക്കുത്ത് ഡാമിൽ തിങ്കളാഴ്ചയിലെ ജലനിരപ്പ് 420.12 മീറ്ററാണ്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇത് കുറവാണെങ്കിലും ബുധനാഴ്ച മുതൽ ഓറഞ്ച് അലർട്ടുണ്ട്. ഇനിയും വെള്ളമുയരുമെന്ന സൂചനയാണുള്ളത്. ചാലക്കുടി പുഴയിലെ ജലനിരപ്പാകട്ടെ 4.01 മീറ്ററാണ്. 2 ദിവസം മുൻപ് ഇത് 4.19 മീറ്ററിലെത്തിയിരുന്നു. കാലവർഷം കനക്കുമ്പോൾ അതിരപ്പള്ളി കൂടുതൽ രൗദ്രഭാവത്തോടെ നിറഞ്ഞൊഴുകുകയാണ്. ഈ മനോഹര കാഴ്ച ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു. TCV ന്യൂസ്, ചാലക്കുടി. കൊടുങ്ങല്ലൂരിൽ പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ നിയമലംഘനം നടത്തിയ സ്വകാര്യ ബസ്സുകൾ പിടിയിലായി. റൂറൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് B. കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ 15ഓളം ബസ്സുകൾക്കെതിരെ കേസെടുത്തു. നഗരത്തിൽ വിവിധയിടങ്ങളിലായാണ് പോലീസ് വാഹന പരിശോധന നടത്തിയത്. ലൈസൻസ് ഇല്ലാത്ത കണ്ടക്ടർമാരുള്ള ബസ്സുകൾ, യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാത്ത ബസ്സുകൾ എന്നിവയ്ക്കെതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത്. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലുള്ള 5 പഞ്ചായത്തുകളിലെയും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടിയെടുക്കാൻ തീരുമാനം. കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന MLA-മാരുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും പാടശേഖര പ്രതിനിധികളുടെയും സംയുക്ത ചർച്ചയിലാണ് തീരുമാനം. കാഞ്ഞാൺകോൾ, മണലൂർ താഴംകോൾ പാടശേഖരങ്ങളുടെ ബണ്ടുകൾ താൽക്കാലികമായി പൊട്ടിക്കുന്നതിന് തീരുമാനമായി. 2 ബണ്ടുകളും പൊട്ടിക്കുമ്പോൾ പാടശേഖരങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഉത്തരവിലുണ്ടാകുമെന്ന് സബ് കളക്ടർ അഖിൽ V. മേനോൻ യോഗത്തിൽ അറിയിച്ചു. ഇറിഗേഷൻ കനാലുകളിൽ നിന്ന് ഒഴുക്കിന് തടസ്സമാകുന്ന
കരുവാലി, കുളവാഴ, ചണ്ടി എന്നിവയുൾപ്പെടെയുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ കർശന ഉത്തരവ് നൽകിയതായും അത് ഉടനെ നടപ്പിലാക്കുമെന്നും സബ് കളക്ടർ യോഗത്തെ അറിയിച്ചു. പാടശേഖരങ്ങളുമായി ബന്ധപ്പെട്ട സ്ലൂയിസുകൾ സമയബന്ധിതമായി തുറക്കുകയും അടയ്ക്കുകയും വേണമെന്നും അതാത് കൃഷി ഓഫീസർമാർ ഇത് ഉറപ്പുവരുത്തണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഇതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് സബ് കളക്ടർ ഉറപ്പു നൽകി. യോഗത്തിൽ MLA-മാരായ മുരളി പെരുന്നെല്ലി, CC മുകുന്ദൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, അന്തിക്കാട്, താന്യം, ചാഴൂർ, മണലൂർ, അരിമ്പൂർ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, കോൾപ്പാടശേഖരങ്ങളുടെ പ്രതിനിധികൾ, കൃഷി വില്ലേജ് ഓഫീസർമാർ, ഇറിഗേഷൻ KLDC ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. പാലയൂരിൽ ഓട്ടോറിക്ഷകൾ കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. നിയന്ത്രണം വിട്ട ഒരു ഓട്ടോറിക്ഷ മറ്റൊരു ബൈക്കിൽ ഇടിച്ച് ബൈക്ക് യാത്രികനും പരിക്കേറ്റു. ഓട്ടോറിക്ഷ യാത്രക്കാരിയായ ഗുരുവായൂർ മാണിക്കത്തപ്പടി ചിരിയങ്കണ്ടത്ത് തോമസ് ഭാര്യ ലൂസി, ബൈക്ക് യാത്രികൻ ഗുരുവായൂർ സ്വദേശിയായ യുവാവിനുമാണ് പരിക്കേറ്റത്. പാലയൂർ മഠത്തിന് മുന്നിലായിരുന്നു അപകടം. എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ഓട്ടോറിക്ഷകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ഒരു ഓട്ടോറിക്ഷ ബൈക്കിൽ ഇടിച്ച് കാനയിലേക്ക് മറിഞ്ഞു. പരിക്കേറ്റവരെ മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് കുന്നംകുളം തെക്കേപ്പുറത്ത് തട്ടുകട തല്ലി തകർത്തു. തെക്കേപ്പുറം AKG റോഡിൽ താമസിക്കുന്ന പാനക്കൽ പറമ്പിൽ വീട്ടിൽ സുജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള തട്ടുകടയാണ് തല്ലി തകർത്തത്. കുറുക്കൻപാറ സ്വദേശിയായ യുവാവാണ് തട്ടുകട തല്ലി തകർത്തതെന്ന് സുജിത്ത് പോലീസിന് മൊഴി നൽകി. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. കടയിലെത്തിയ യുവാവ് കടയിൽ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ചില്ലിന്റെ അലമാര തല്ലി തകർക്കുകയും തടയാൻ ചെന്ന സുജിത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പോലീസ് എത്തുമ്പോഴേക്കും പ്രതി രക്ഷപ്പെട്ടു. കൂർത്ത മുള്ളുകളും സമൃദ്ധമായ ഇലച്ചാർത്തുകളുമായി പടർന്നു പന്തലിച്ച് ഒരു കാലത്ത് നാട്ടിൻപുറങ്ങളിൽ വ്യാപകമായി വളർന്നു നിന്നിരുന്ന മുരുക്കുമരങ്ങൾ ഗ്രാമകാഴ്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. പോയ തലമുറകളുടെ കാർഷിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു വെൺമുരുക്ക്, മുള്ളുമുരുക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മുരുക്കുമരങ്ങൾ. പറമ്പുകളുടെ അതിർത്തിയിൽ നട്ടുവളർത്തിയിരുന്ന ഈ ഇനം മരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ടിരുന്നു. പ്രധാനമായും അതിർത്തി സംരക്ഷണത്തിനായുള്ള വേലി നിർമ്മാണത്തിനാണ് മുരുക്കുകൾ ഉപയോഗിച്ചിരുന്നത്. മുരുക്കിന്റെ ഇലകൾ വളർത്തുമൃഗങ്ങൾക്ക് തീറ്റയായും നൽകിയിരുന്നു. മുയലിന്റെ ഇഷ്ടഭക്ഷണമാണ് മുരുക്കില. കുരുമുളക്, പയർ, ചെറുകിഴങ്ങ്, കാച്ചിൽ എന്നിങ്ങനെ വള്ളികളായി വളരുന്ന കാർഷിക വിളകൾക്ക് പടർന്നു കയറാനുള്ള താങ്ങായി ഉപയോഗിച്ചിരുന്നത് മുരുക്കുമരങ്ങളുടെ തണ്ടുകളാണ്. 20 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നവയാണ് മുരുക്കുമരങ്ങൾ. ഔഷധ ഗുണമുള്ള മുരുക്കില മുറുവെണ്ണ പോലുള്ള തൈലങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. വടക്കൻ കേരളത്തിൽ നടക്കുന്ന അനുഷ്ഠാന കലകളിൽ മുരുക്കിന്റെ പൂക്കളും തണ്ടുകളും ഉപയോഗിക്കാറുണ്ട്. പൂരോത്സവത്തിന് പൂവിടാനാണ് മുരുക്കൻ പൂക്കൾ ഉപയോഗിക്കാറുള്ളത്. തീയാട്ട ചമയത്തിന് കിരീടങ്ങളും പൊയ്ക്കാലുകൾ ഒരുക്കാനും മുരുക്കൻ തണ്ടുകൾ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നായിരുന്നു. വേലികൾ മതിലുകൾക്കും പറമ്പുകൾ വിവിധയിനം കാർഷിക വിളകളുടെ തോട്ടങ്ങൾക്കും വഴിമാറിയതോടെ കർഷകർക്ക് പോലും മുരുക്കുമരങ്ങൾ ശല്യക്കാരായി മാറി. മലയോര മേഖലയിൽ പുരയിടങ്ങളുടെയും കൃഷിത്തോട്ടങ്ങളുടെയും അതിർത്തിയിൽ വ്യാപകമായി വളർന്നു നിന്നിരുന്ന മുരുക്കുകൾ ഒട്ടുമിക്കതും വെട്ടി നീക്കപ്പെട്ടതോടെ അപൂർവ കാഴ്ചയായിരിക്കുകയാണ് മുരുക്കുമരങ്ങൾ. TCV ന്യൂസ്, കൊടകര. തൃശൂർ നഗരത്തിൽ തെരുവുനായ്ക്കളുടെ ശല്യം അതീവ രൂക്ഷമായ സാഹചര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. തെരുവുനായ്ക്കളെ ഷെൽട്ടർ ഒരുക്കി പിടിച്ചുകെട്ടുന്നതിന് നടപടി സ്വീകരിക്കണമെന്നും അടുത്ത കൗൺസിൽ യോഗത്തിൽ സപ്ലിമെന്ററി അജണ്ടയായി ഉൾപ്പെടുത്തി ഈ വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. കുഴൂർ ആയുർവേദ ആശുപത്രിയുടെ ഭാഗമായി യോഗ പരിശീലിച്ചവർ ഒത്തുചേർന്നു. പരിശീലനം പൂർത്തിയാക്കിയവരും ഇപ്പോൾ പരിശീലിക്കുന്നവരുമാണ് 100ഓളം പേരാണ് യോഗ പ്രകടനം നടത്തിയത്. ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി കുഴൂരിൽ സൗജന്യമായി യോഗ പരിശീലനം തുടങ്ങിയത് 1 വർഷം മുൻപാണ്. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ കേരളം പദ്ധതിയിൽ ദേശീയ ആയുഷ് മിഷനും ചേർന്നാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. ഇനി ഗർഭിണികൾക്കും പ്രമേഹ സാധ്യതയുള്ളവർക്കും വേണ്ടിയുള്ള യോഗ പരിശീലനം കൂടി ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് തുടങ്ങുന്നുണ്ട്. 8 യോഗ ക്ലബ്ബുകൾ രൂപീകരിച്ച് 12 റെഗുലർ ബാച്ചുകളിലായി
200-ലധികം പേരെയാണ് യോഗ പരിശീലിപ്പിച്ചിട്ടുള്ളത്. 2 മാസത്തെ കോഴ്സായാണ് യോഗ പരിശീലിപ്പിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ മുതൽ 1 മണിക്കൂറാണ് ബാച്ച് തിരിച്ച് പരിശീലിപ്പിക്കുന്നത്. സാധാരണ ജീവിതം നയിക്കുന്നവർക്കുള്ള യമം, ആസനം, പ്രാണായാമം എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യോഗ പരിശീലിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ് ഉൾപ്പെടെയുള്ളവർ യോഗയ്ക്കനുസരിച്ച് നൃത്തം അവതരിപ്പിച്ചു. ക്ലിനിക്കൽ യോഗ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ലക്ഷ്മി പാർവതിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പരിശീലിപ്പിക്കുന്നത്. TCV ന്യൂസ്, മാള. തണൽമരം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്തുന്നതിനുള്ള 5ാം മഹാസംഗമം തൃശൂരിൽ സംഘടിപ്പിച്ചു. കേരള സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന മഹാസംഗമം മാറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. ഫൗണ്ടേഷൻ ചെയർമാൻ മുസ്തഫ കളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ടൗൺ ജുമാ മസ്ജിദ് ചീഫ് ഇമാം PK ഇബ്രാഹിം ഫലാഹി, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ, സ്വാഗത സംഘം കൺവീനർ സുമതി ബാബുക്കുട്ടൻ, സ്വാഗത സംഘം ചെയർപേഴ്സൺ സാബിറ, തണൽമരം ഫൗണ്ടേഷൻ സെക്രട്ടറി AP സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ജയനെ ഓർമ്മപ്പെടുത്തും വിധം അദ്ദേഹത്തിന്റെ വേഷം ധരിച്ച് വേദിയിലെത്തിയ അഷ്റഫിനെ കരഘോഷത്തോടെയാണ് സംഗമത്തിനെത്തിയവർ എതിരേറ്റത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 450ഓളം വധൂവരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും മഹാസംഗമത്തിൽ പങ്കെടുത്തു. ചൂലൂരിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ചന്ദ്രാപിന്നിയിൽ നിന്നും തൃപ്രയാറിലേക്ക് പോകുകയായിരുന്ന കാറാണ് ചൂലൂർ ജുമാ മസ്ജിദിന് സമീപത്തെ വീട്ടുപറമ്പിലേക്ക് തലകീഴായി മറിഞ്ഞത്. ഡ്രൈവർക്ക് തലകറക്കം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. നിസ്സാര പരിക്കേറ്റ ഡ്രൈവറെ വലപ്പാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,095, പവന് 72,760, വെള്ളി ഗ്രാമിന് 119, പ്ലാറ്റിനം ഗ്രാമിന് 4,403. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. വെള്ളാങ്കല്ലൂരിൽ വയോധികനെ കല്ലുകൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അരിപ്പാലം ചീനക്കുഴി സ്വദേശി രാജൻ പിള്ളയാണ് കൊല്ലപ്പെട്ടത്. റോഡരികിൽ കഴിയുന്ന മാനസിക വിഭ്രാന്തിയുള്ള ബാബുവാണ് കൊലപ്പെടുത്തിയത്. തൃശൂരിൽ ഗവർണർ പങ്കെടുക്കുന്ന കേരള കാർഷിക സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി സർവകലാശാല. ഫോട്ടോ എടുക്കുന്നതിനും ദൃശ്യങ്ങൾ പകർത്തുന്നതിനും വിലക്ക്. ദേശീയപാത ചാലക്കുടി അടിപ്പാത നിർമ്മാണം വേഗത്തിലാക്കാൻ ദേശീയപാത പ്രോജക്ട് ഡയറക്ടർക്ക് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സർവീസ് റോഡുകളുടെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കാനും നിർദ്ദേശം. അടഞ്ഞുകിടക്കുന്ന അഗമല ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ കാട്ടാന ആക്രമണം. മതിൽ തകർത്ത കാട്ടാന ഫോറസ്റ്റ് സ്റ്റേഷന് സമീപത്തെ പനകൾ മറിച്ചിട്ടു. കുഴിയും ചെളിയും നിറഞ്ഞ സഞ്ചാരയോഗ്യമല്ലാതെ ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡ്. വടക്കാഞ്ചേരി ഓട്ടുപാറ ജംഗ്ഷനിൽ ടൈൽ ജോയിന്റ് കോൺക്രീറ്റിംഗിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ നിയന്ത്രണം ഗതാഗത കുരുക്കിനിടയാക്കി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.